നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ പന്തൽ കെട്ടുന്നത് രണ്ട് കാര്യത്തിനാണ്. ഒന്ന്, വിവാഹത്തിന് ആഘോഷപൂർവ്വം വിവാഹം ആഘോഷിക്കാനും, രണ്ട്, അടിയന്തരത്തിനും. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പന്തൽ കെട്ടാനുള്ള കരാറെല്ലാം കൊടുത്തിട്ടുണ്ട്, അതിനുള്ള പണമെല്ലാം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്തിനാണ് തിരുവനന്തപുരത്ത് ആ പന്തൽ ഉയരുന്നത് എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും എന്ന് പറയുകയാണ്. ആ പന്തലിൽ ഇഡലിയും സാമ്പാറും രസവടയും ഒക്കെ ആയിരിക്കുമോ കൊടുക്കുന്നത് എന്ന് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഇനി 2 ദിവസം അല്ലെങ്കിൽ മണിക്കൂറുകൾ കാത്തിരുന്നാൽ അറിയാൻ സാധിക്കും. ഇത് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, കേരളത്തിലെ മുതിർന്ന പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ വിനു വി ജോൺ തന്നെയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. 4-ാം തീയതിക്ക് ശേഷം ഒരു വലിയ പന്തൽ സംസ്ഥാനത്തിടുന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ കേട്ടിരുന്നു. എന്റെ നാട്ടിലൊക്കെ പണ്ട് പന്തലിടുന്നത് 2 കാര്യങ്ങൾക്കാണ്, വിവാഹത്തിനും അടിയന്തരത്തിനും. അതെന്തിനാണെന്ന് നമുക്ക് 4-ാം തീയതി അറിയാം. അപ്പോൾ തിരുവനന്തപുരത്തുള്ള ആളുകൾക്ക് ആ ഇടാൻ പോകുന്ന പന്തലിൽ നിന്ന് ഇഡലിയും സാമ്പാറും രസവടയുമാണോ കഴിക്കേണ്ടതെന്ന് കണക്കുകൾ പറയട്ടെ. തീർച്ചയായിട്ടും ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനുള്ളിൽ നമുക്കറിയാം കേരള ജനത എഴുതിയ വിധി എന്താണ് എന്ന് തിരിച്ചറിയാം. 10 വർഷത്തെ ഭരണ തുടർച്ചയ്ക്ക് ശേഷം കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം മാറുന്നു എന്ന സൂചന നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അപ്രതീക്ഷിത നീക്കങ്ങൾ കൂടി വരികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ ഈ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഉന്നത ഉദ്യോഗസ്ഥരെ നേരിൽ കണ്ട കത്തുകളിലൂടെയും നന്ദി അറിയിച്ചും മുഖ്യമന്ത്രിയുടെ നടപടി രാഷ്ട്രീയ വിരമിക്കലിന്റെ മുന്നോടിയായാണോ എന്ന ചർച്ചകൾക്ക് വഴി ഒരുങ്ങുന്നതിനിടയിലാണ് ഇത്തരത്തിൽ പന്തല് പണിയാൻ കരാറ് കൊടുത്തു എന്ന വാർത്തയും വരുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസവും ഇന്നുമായി ചേർന്ന മന്ത്രിസഭാ യോഗത്തിലും ഒക്കെ തന്നെ കൂടെയുള്ള മന്ത്രിമാർക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കും ഒക്കെ തന്നെ അദ്ദേഹം യാത്ര പറയുന്നു. കൂടെയുള്ള മന്ത്രിമാർക്ക് വിജയാശംസകൾ നേരുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതായത് ഏറ്റവും അവസാനത്തെ മന്ത്രിസഭാ യോഗമാണ് ഇപ്പോൾ ചേർന്നിരിക്കുന്നത്. പിണറായി വിജയൻ സർക്കാരിന്റെ ഏറ്റവും അവസാനത്തെ മന്ത്രിസഭാ യോഗമാണ് ഇപ്പോൾ ചേർന്ന് പിരിഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് പലതരത്തിലും പ്രശസ്തമായിട്ടുള്ള, കാരണം കൂടെയുള്ള മന്ത്രിമാരിൽ പലരും, ഭൂരിപക്ഷ മന്ത്രിമാരും ഒരു മൃഗീയവും തോൽക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കണക്കുകൾ വരുന്നു. എക്സിറ്റ് പോളുകൾ മുഴുവനായും കോൺഗ്രസ് ആയിരിക്കും അല്ലെങ്കിൽ UDF ആയിരിക്കും കേരളം ഇനി അടുത്തത് ഭരിക്കാൻ പോകുക എന്ന് പറയുന്നു. താമര അക്കൗണ്ട് തുറക്കുമെന്ന് പറയുന്നു. പിണറായി വിജയൻ അടക്കമുള്ളവർ കടുത്ത മത്സരം തന്നെ നേരിട്ടു എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരികയാണ്. എക്സിറ്റ് പോളുകൾ ഭരണമാറ്റം പ്രവചിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് അത്ര സന്തോഷമില്ല. വിടവാങ്ങൽ ശൈലിയിലുള്ള നീക്കങ്ങൾ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെത്തിയ മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, DGP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി കഴിഞ്ഞ ദിവസം വ്യക്തിപരമായി ഇവർക്കെല്ലാവർക്കും നന്ദി അറിയിച്ചിരുന്നു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകാലം സർക്കാരിന് നൽകിയ പിന്തുണയ്ക്ക് നന്ദി രേഖപ്പെടുത്തി വകുപ്പ് മേധാവികൾക്ക് അദ്ദേഹം കത്തയക്കുകയും ചെയ്തു. സാധാരണഗതിയിൽ ഒരു ഭരണ തുടർച്ച പ്രതീക്ഷിക്കുന്ന മുഖ്യമന്ത്രിയിൽ നിന്ന് ഇത്തരമൊരു നീക്കം ഫലപ്രഖ്യാപനത്തിന് മുൻപ് ഉണ്ടാകാറില്ല. തോൽവി മുന്നിൽ കണ്ട് അദ്ദേഹം സ്വയം പിന്മാറാൻ തയ്യാറെടുക്കുകയാണോ എന്നാണ് രാഷ്ട്രീയ എതിരാളികൾ ചോദിക്കുന്നത്. എന്നാൽ എതിരാളികൾ അപ്പോഴും പറയുന്നത് ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ ഒരു ടാക്ടിക് മൂവ് ആണ് എന്നുള്ളതാണ്. അയാൾ മുന്നിൽ, അതായത് എല്ലാവരെയും കണ്ണുവെട്ടിക്കാൻ അയാൾ ഇങ്ങനെയൊക്കെ പെരുമാറിയാലും ഒരുപക്ഷെ അയാൾ മനസ്സിൽ അതിയായ ആഗ്രഹം, അടുത്തത് വീണ്ടും ആ മുഖ്യമന്ത്രി കസേരയിലേക്ക് വന്നിരിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടാകും എന്നാണ്. പക്ഷേ കേരള ജനതയുടെ മനസ്സിന് മുകളിൽ, നെഞ്ചിന് മുകളിലൊന്നും ആ ആഗ്രഹത്തിന് അധിക നാളത്തെ ആയുസില്ല എന്നുള്ളതാണ്. സ്പീക്കർ AN ഷംസീർ അതുപോലെ തന്നെ ക്ലിഫ് ഹൗസിലെത്തിയാണ് മുഖ്യമന്ത്രിയെ കണ്ട യാത്ര പറഞ്ഞത്. ഇതോടുകൂടി ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി ഇനി ഒരിക്കലും, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി ഇനി ഒരിക്കലും മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന പേരിൽ ആ മുഖ്യമന്ത്രി എന്ന ലേബലോടുകൂടി വീണ്ടും ക്ലിഫ് ഹൗസിലേക്ക് വരാനുള്ള സാധ്യതയില്ല. കഴിഞ്ഞ 10 വർഷം ഒരാളുടെ ജീവിതത്തിലെ ഒരു പതിറ്റാണ്ട് എന്ന് പറയുമ്പോഴാണ്, കഴിഞ്ഞ 10 വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവല്ല. ആ 10 വർഷവും അദ്ദേഹം ഈ ക്ലിഫ് ഹൗസിലാണ് ജീവിച്ചത്. ക്ലിഫ് ഹൗസിലാണ് അറ്റകുറ്റപ്പണികൾ നടത്തി സ്വന്തം വീട് പോലെ മോടി പിടിപ്പിച്ച് ഇനി എത്ര ലക്ഷം, എത്ര കോടി വേണോ നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ മുടക്കിക്കൊണ്ട് മോടി പിടിപ്പിച്ച് അതൊരു വല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഗവർണർ RV ആർലേക്കറെ കണ്ട് നന്ദി അറിയിച്ചതും അസ്വാഭാവികമായോ ഒക്കെ തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഭരണഘടനാ പദവികൾ ഒഴിയുന്നതിന് മുന്നോടിയായിട്ടുള്ള മര്യാദകളാണോ ഇതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ സംശയിക്കുന്നു. പിണറായി വിജയൻ എന്ന കരുത്തനായ നേതാവ് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചോ എന്ന ചോദ്യം ഇതോടെ സജീവമായിരിക്കുകയാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ CPM ക്യാമ്പുകളിൽ അസാധാരണമായ മൗനം പടർന്നിട്ടുണ്ട്. ഭരണവിരുദ്ധ തരംഗം ആഞ്ഞടിച്ചുവെന്ന വിലയിരുത്തൽ മുഖ്യമന്ത്രിയും ഉൾക്കൊള്ളുന്നുണ്ട്.
എന്നതിന്റെ തെളിവാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ ഈ കത്തുകൾ. വോട്ടെണ്ണലിന് ശേഷം രാഷ്ട്രീയമായ തിരിച്ചടികൾ ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അദ്ദേഹം മാറി നിൽക്കാനുള്ള സാധ്യതയെക്കുറിച്ച് പാർട്ടി അണികൾക്കിടയിലും സംസാരമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പ്രവർത്തന രീതിയും സാമുദായിക സമവാക്യങ്ങളിൽ വന്ന മാറ്റങ്ങളും ഇത്തവണ ഇടതുമുന്നണിക്ക് തിരിച്ചടിയാണ് എന്നാണ് വിലയിരുത്തുന്നത്. വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളവർ പരസ്യമായി തുടർ ഭരണം പ്രവചിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ വിടവാങ്ങൽ മൂഡ് അണികളെ ആശയക്കുഴപ്പത്തിലേക്ക് എത്തിക്കുകയാണ്. ഭരണ തുടർച്ചയുണ്ടാകില്ല എന്ന ബോധ്യം മുഖ്യമന്ത്രിക്ക് വന്നു കഴിഞ്ഞു എന്ന ചർച്ചകൾക്ക് UDF ക്യാമ്പുകൾക്ക് വലിയ ആവേശം നൽകുന്നുമുണ്ട്. ഗവർണറുമായി മുഖ്യമന്ത്രിയുടെ ബന്ധം പലപ്പോഴും സംഘർഷഭരിതമായിരുന്നു. എന്നാൽ ഫലം വരും മുൻപേ ഇത്തരം ഔദ്യോഗിക കൂടിക്കാഴ്ചകൾ നടത്തുന്നത് ഭരണമാറ്റത്തിന്റെ കൃത്യമായ സൂചനയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കാണുന്നത്. 10 വർഷത്തെ തന്റെ ഭരണകാലയളവിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികൾക്ക് ഉദ്യോഗസ്ഥർ നൽകിയ സഹായത്തെ അഭിനന്ദിക്കുക വഴി മാന്യമായ ഒരു പടിയിറക്കത്തിനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവനയും മുഖ്യമന്ത്രിയെ ഞെട്ടിച്ചിട്ടുണ്ട്. വിരമിക്കൽ മൂഡിലാണെങ്കിലും പാർട്ടിയിലെ തലമുറ മാറ്റത്തിന് വഴിയൊരുക്കാനാണോ പിണറായി ലക്ഷ്യമിടുന്നത് എന്നും കണ്ടറിയണം. മുഖ്യമന്ത്രിയുടെ ഈ നീക്കം ഫലം വരുന്നതിന് മുൻപുള്ള ഒരു തന്ത്രമാണോ അതോ യാഥാർത്ഥ്യ ബോധ്യത്തോടുകൂടെയുള്ള പിന്മാറ്റമാണോ എന്ന് മെയ് 4 വോട്ടെണ്ണൽ ഫലം വ്യക്തമാകും. പക്ഷേ മുഖ്യമന്ത്രിയിൽ നിന്നും ഒരു കാരണവശാലും യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുള്ള പ്രകടനം അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുള്ള പ്രവൃത്തി ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന ഒരാൾ ഒരിക്കലും ഒരു കാരണവശാലും ഇത്തരത്തിൽ പന്തൽ കെട്ടാനുള്ള കരാർ കൊടുക്കേണ്ട ആവശ്യവുമില്ലല്ലോ. അപ്പോൾ ഇത് എപ്പോഴത്തെയും പോലെ ഒരു ഗിമിക്കാണോ എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. എന്നാൽ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കാത്തിരുന്ന് കാണാം ആരായിരിക്കും ഇനി നമ്മുടെ കേരളം ഭരിക്കാൻ പോകുന്നത് ഇനി അടുത്ത 5 വർഷം എന്ന ചോദ്യത്തിന്റെ ഉത്തരം. What?